ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ വളരെ സുപ്രധാന മേഖലകളായ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ മൂന്ന് ഏരിയാസും നിങ്ങൾക്ക് എളുപ്പമാകുന്ന തരത്തിലുള്ള കുറച്ച് ടിപ്സും ക്ലാസ്സസുമാണ് മെം സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെം സീരീസിൽ ഒട്ടനവധി ക്ലാസ്സുകൾ ഇതിനകം ഹാജാസ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ് കൂടി അവൈലബിൾ ആകുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ചില മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്നിട്ടുള്ള CPO പരീക്ഷയിലെ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ചോദ്യം, they did not come the meeting. They did not come dash the meeting. അപ്പോൾ ഇവിടെ ഡാഷ് ഉണ്ട് അല്ലേ? അവിടെ ഏത് വേർഡ് ചേർക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് കൺജങ്ഷൻ ആണ് ചേർക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ ബട്ട് ഉണ്ട്, ആൻറ്റിൽ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, ഹൗ എവർ ഉണ്ട്. ദേ ഡിഡ് നോട്ട് കം എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടില്ല എന്നാണ് അല്ലേ? ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. മീറ്റിംഗ് പകുതി ആകുന്നത് വരെ അവരെത്തിയിട്ടില്ല അല്ലെ? മീറ്റിംഗ് പകുതി ആകുന്നത് വരെ അവരെത്തിയിട്ടില്ല. അപ്പോൾ മീറ്റിംഗ് പകുതി ആയതിനു ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അപ്പോൾ മീറ്റിംഗ് പകുതി ആകുന്നത് വരെ എന്നർത്ഥം കിട്ടണം. അപ്പൊ അങ്ങനെ അതുവരെ എന്നർത്ഥം കിട്ടുന്ന വേർഡ് അൻറ്റിലാണ് കേട്ടോ, അൻറ്റിലാണ്. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും, അത്രയെങ്കിലും എന്ന അർത്ഥത്തിനാണ്. ഹൗഎവർ എന്നിരുന്നാലും, എങ്ങനെ ആയിരുന്നാലും എന്നൊക്കെ മീനിങ്ങിൽ വരുന്നതാണ്. സോ അൻറ്റിൽ എന്ന് കൊടുക്കുക, അതുവരെ എന്നർത്ഥം വരുന്നത് അൻറ്റിലാണ്. സോ അൻറ്റിലിന്റെ ഉപയോഗം നമുക്ക് നോക്കാം. അൻറ്റിൽ can be used as conjunction or preposition. കൺജങ്ഷൻ ആയിട്ടും പ്രിപ്പോസിഷൻ ആയിട്ടും അൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. പ്രിപ്പോസിഷനും കൺജങ്ഷനും തമ്മിലുള്ള വ്യത്യാസം, പ്രിപ്പോസിഷൻ രണ്ട് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് സെന്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ അഥവാ കുറച്ചുകൂടി വലിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ കണക്ട് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സെന്റൻസിൽ കണ്ടില്ലേ, ദേ ഡിഡ് നോട്ട് കം. അതൊരു ഭാഗമാണ്, അതൊരു ക്ലോസ് ആണ്. അതിനുശേഷമുള്ള മറ്റൊരു ക്ലോസ് ആണ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. അപ്പൊ ഈ രണ്ട് ക്ലോസുകളെ തമ്മിൽ ബന്ധിപ്പിച്ചതാണ് അൻറ്റിൽ. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഇൻ ടൈം. സമയത്തിന്റെ ഒരു നിശ്ചിത പോയിന്റിലേക്കാണ് ഇത് സൂചന നൽകുന്നത്. അപ്പൊ അതുവരെ എന്ന് പറയുമ്പോൾ സമയത്തിന്റെ ഒരു നിശ്ചിത പോയിന്റ് ആണ്. ആ സമയം എത്തുന്നത് വരെ അവരെത്തിയിട്ടില്ല. ഓരോ കണ്ടീഷൻ അപ് ടു വിച്ച് സംതിങ് ഹാപ്പൻസ് ഓർ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഒരു സാഹചര്യം തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഫിക്സഡ് പോയിന്റ് ഓഫ് എ ടൈം അല്ലെങ്കിൽ ഒരു സർട്ടൺ പോയിന്റ് ഓഫ് എ ടൈമിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അൻറ്റിൽ യൂസ് ചെയ്യാറ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ഇപ്പോഴും, സ്റ്റിൽ എന്ന വേർഡിന് അർത്ഥം ഓർത്തിരിക്കുക, ഇപ്പോഴും എന്നാണ് കേട്ടോ. അൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. അപ്പൊ ഇപ്പോഴും എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ടെൻസ് ആണ് ഓർമ്മ വരുന്നത്? ഇപ്പോഴും പ്രസന്റ് ടെൻസ് അല്ലേ? പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഇപ്പോഴും. ഹി സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. പഴയകാല സ്കൂൾ സുഹൃത്തുക്കളുമായിട്ട് അയാൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. ഇപ്പോഴും. അപ്പൊ പ്രസന്റ് ആണ്. അപ്പൊ പ്രസന്റ് ആണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഓപ്ഷൻസ് നോക്കുക, ഇതിൽ പ്രസന്റ് ടെൻസിൽ വരുന്ന ഏതൊക്കെയുണ്ട് എന്ന്. കീപ്സ് പ്രസന്റ് ടെൻസ് ആണ്. കീപ്പിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ് അല്ലെ? കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഏത് ടെൻസിലും കീപ്പിംഗ് യൂസ് ചെയ്യാം. അതിന് മുന്നേ ഓക്സിലറി വേണം. നമ്മുടെ ഓപ്ഷൻസിൽ ഓക്സിലറി ഇല്ല, അതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയില്ല. കെപ്റ്റ് പാസ്റ്റ് ആണ്, V2 ആണ്, പാസ്റ്റ് ആണ്. നമുക്ക് പ്രസന്റിലേ വരേണ്ടത്. സോ നൺ, ഓപ്ഷൻ ഡി നൺ നമുക്ക് ഇവിടെ ആപ്റ്റ് ആണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസന്റിനെ സൂചിപ്പിക്കുന്ന വേർബ് ഇതിനകത്ത് ഉണ്ട് എങ്കിൽ നൺ എന്തായാലും ഉത്തരമായിട്ട് വരില്ല. അപ്പോൾ ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത് പ്രസന്റിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നൺ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? So still can be used in sentence to indicate that something continues to be true or happens. നിലവിൽ ഒരു വസ്തു
ഒരു സംഗതി നടക്കുന്നുണ്ട്, നിലവിൽ നടക്കുന്നുണ്ട്, അഥവാ പ്രസന്റ് ടെൻസിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഈവൻ അപ് ടു എ സർട്ടൻ പോയിന്റ് ഇൻ ടൈം, സമയത്തിന്റെ ഒരു നിശ്ചിത സമയം വരെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എംഫസൈസ് ദാറ്റ് സംതിങ് ഹാസ് ഇൻ ഹാപ്പൻ യെറ്റ്, ഇതുവരെ നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവും വരാം അല്ലെ. ഇതുവരെ നടക്കുന്നില്ല എന്ന് പറയാനും സ്റ്റിൽ യൂസ് ചെയ്യാം, ഇതുവരെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനും. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വി ഡാഷ് ഓഫ് കോഫി so we adjusted with tea. We dash of coffee so we adjusted with the tea. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് മേക്കപ്പ്, മേക്ക് ഔട്ട്, റൺ ഔട്ട്, ബ്രേക്ക് ഔട്ട്, ഇതെല്ലാം ഫ്രൈസൽ വേർബ്സ് അല്ലേ. അപ്പോൾ ഫ്രൈസൽ വേർബിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, ഫ്രൈസൽ വേർബിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. വി ഡാഷ് ഓഫ് കോഫി, കോഫി നമുക്ക് എന്തോ സംഭവിച്ചു. സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ, അതുകൊണ്ട് നമ്മൾ ടീ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കോഫി തീർന്നു പോയി എന്നാണ് പറയുന്നത്. കോഫി തീർന്നു പോയി, അതുകൊണ്ട് നമ്മൾ ടീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ തീർന്നു പോയി അല്ലെങ്കിൽ കഴിഞ്ഞു പോയി എന്ന അർത്ഥം വരുന്ന ഒരു ഫ്രൈസൽ വേർബാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ടിന്റെ മീനിങ് കിട്ടിയിട്ടുണ്ടാവും. ഒരു കാര്യം പെട്ടെന്ന് ഉണ്ടാകുന്നതിന്, സഡൻലി ഹാപ്പൻ, പൊട്ടിപ്പുറപ്പെടുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും വരില്ല. പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അറിയാമോ? ഓപ്ഷൻ സി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. റൺ ഔട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റൺ ഔട്ട് എവിടെയെങ്കിലും? റൺ ഔട്ട് ക്രിക്കറ്റിലെ റൺ ഔട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ റൺ ഔട്ട് അല്ല. നിങ്ങളുടെ മൊബൈലിൽ ബാറ്ററി നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുമ്പോൾ അവിടെ വരും റൺ ഔട്ട് ഓഫ് ദി ബാറ്ററി എന്ന് വരും. അഥവാ ബാറ്ററി നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിനാണ്. അത് നമുക്കിവിടെ ആപ്റ്റാണ്. കോഫി നിങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിച്ച് കോഫി തീർന്നു, അതുകൊണ്ട് ഇനി ടീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ്. അപ്പൊ റൺ ഔട്ടിന് ഒരു സംഗതി ഉപയോഗിച്ച് തീർത്തു എന്നർത്ഥമുണ്ട്. സോ ബാക്കിയുള്ള ഫ്രേസൽ വേർബിന്റെ കൂടി മീനിങ് നോക്കാം. നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഒന്നാണ് മേക്കപ്പ്. നമ്മൾ മേക്കപ്പ് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ ഇതിനെല്ലാം പല മീനിങ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മീനിങ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. മേക്കപ്പിന് ഇൻവെന്റ്, കണ്ടെത്തുക എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. ഹി മെയ്ഡ് അപ്പ്, മേക്കപ്പിന്റെ പാസ്റ്റ് ആണ് മെയ്ഡപ്പ്, മേക്ക് മെയ്ഡ് ആണ് V2. ഹി മെയ്ഡ് അപ്പ് എ സ്റ്റോറി അബൌട്ട് ഹിസ് എ കാർ ബ്രേക്കിംഗ് ഡൗൺ, കാർ ബ്രേക്ക് ഡൗൺ ആയതുമായിട്ട് സംബന്ധിച്ച് അവനൊരു സ്റ്റോറി സ്വയം മെനങ്ങെടുത്തു, സ്വയം കണ്ടെത്തി. അപ്പോൾ ഇൻവെന്റ്, കണ്ടെത്തി എന്ന അർത്ഥം വരുന്നുണ്ട്. ഇവിടെ കണ്ടോ ബ്രേക്ക് ഡൗണും ഒരു ഫ്രേസൽ വെർബാണ്. ബ്രേക്ക് ഡൗണിന്റെ അർത്ഥം കൊളാപ്സ്ഡ് എന്നാണ് കേട്ടോ. കൊളാപ്സ്ഡ്, തകർന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഫങ്ഷനിങ് എന്നൊക്കെ വരും. ദെൻ മേക്ക് ഔട്ട്, നീ അതെന്തായാലും മേക്ക് ഔട്ട് ചെയ്യണം. നമ്മുടെ കമ്പനിയിലെ ഇത്തവണ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് നീ മേക്ക് ഔട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ടു മാനേജ്, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതൊന്ന് മാനേജ് ചെയ്യുക. സോ ഹൗ ഡിഡ് യു മേക്ക് ഔട്ട് ഇൻ ദ ന്യൂ ജോബ്, പുതിയ ജോലി നീ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു മേക്ക് ഔട്ട് ഇൻ ദ ന്യൂ ജോബ്, പുതിയ ജോലി നീ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് അവിടെ മേക്ക് ഔട്ടിന്റെ ഉപയോഗം. ഓക്കെ അല്ലേ? അതിലെ ഇവകളുടെ എല്ലാം പ്രധാനപ്പെട്ട മീനിങ് മാത്രമാണ് പറയുന്നത് കേട്ടോ. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു യൂസ് അപ്പ്, ഉപയോഗിച്ച് തീർക്കുക, അല്ലെങ്കിൽ ഫിനിഷ് ഓൾ ഓഫ് സംതിങ്, ഒരു വസ്തുവിന്റെ എല്ലാ കാര്യവും തീരുക. അപ്പോൾ തീർന്നു പോവുക. അപ്പോൾ ചായ തീർന്നു പോകുന്നു അല്ലെങ്കിൽ കോഫി തീർന്നു പോയി എന്ന് പറയാൻ വേണ്ടി നമുക്ക് റൺ ഔട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് പറയാനും റൺ ഔട്ട് യൂസ് ചെയ്യാം. അവർ സപ്ലൈസ് വെയർ റണ്ണിങ് ഔട്ട്, നമ്മുടെ വിതരണം തീർന്നിട്ടുണ്ട്. ദെൻ ബ്രേക്ക് ഔട്ട് നമുക്കറിയാം, ടു സ്റ്റാർട്ട് സഡൻലി, ഒരു കാര്യം പെട്ടെന്നുണ്ടാകുന്നതിന്, പൊട്ടിപ്പുറപ്പെടുന്നതിനാണ്. ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയാൻ ബ്രേക്ക് ഔട്ട് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. സോ ഫൈറ്റിംഗ് ഹാസ് ബ്രോക്കൺ ഔട്ട് ഓൾ ഓവർ ദ സിറ്റി, സിറ്റിയിൽ കലാപങ്ങൾ പെട്ടെന്നാണ് ഉണ്ടായത്, നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടായത്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം, ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ, ഞാൻ മടങ്ങി വരുന്നത് വരെ നിനക്ക് കാത്തു നിൽക്കാമോ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ ക്യാൻ, ഷുഡ്, മേ, വുഡ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവകളെല്ലാം മോഡൽ ഓക്സിലറി വേർബാണ്, മോഡൽ ഓക്സിലറി വേർബ്സ് ആണ്. മോഡൽ ഓക്സിലറി വേർബ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവകൾ നമുക്ക് നാം സംസാരിക്കുന്ന സെന്റൻസിന്റെ ടോൺ എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ അറിയിച്ചു തരും. അപ്പോൾ സംസാരിക്കുന്ന സെന്റൻസിന്റെ ടോൺ എന്താണ് എന്ന് നമുക്ക്
വിശദീകരിച്ച് തരുന്നതാണ് മോഡൽ ഓക്സിലറി. അപ്പോൾ നമ്മൾ ദേഷ്യത്തോടെയാണോ പറയുന്നത്, ഒന്ന് ശാന്തമായിട്ടാണോ പറയുന്നത്, പൊളൈറ്റ് ആയിട്ടാണോ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായി, റിക്വസ്റ്റ് ആയി അല്ലേ, പ്ലീസ് വെയിറ്റ്. അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കാത്തു നിൽക്കൂ എന്നവിടെ ആയി. പക്ഷേ നാം പറയുന്നതിൻ്റെ ടോണ്, നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാമോ എന്ന് പറയുന്നതും നീ കാത്തു നിൽക്കണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ ആദ്യം പറയാം, നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അവിടെ കാത്തു നിൽക്കാൻ തോന്നും. നീ കാത്തു നിന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ എതിരാളിയല്ല, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കും ആ ഒരു വാശി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഗതിയാണ് അല്ലേ. സോ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ വുഡ് വെച്ചു ചോദിക്കുക. ഷുഡിനും ക്യാനിനും മേയ്ക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള ദൗത്യമുണ്ട്. ഇവിടെ വുഡ് യു മൈൻഡ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാമോ, വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ വുഡ് യു മൈൻഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇറ്റ്സ് എ പൊളൈറ്റ് വേ ടു ആസ്ക് someone to do something. ഒരാളോട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് ആവശ്യപ്പെടുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട്, പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫോർമൽ ആയിട്ട് അയാൾക്ക് കേൾക്കുമ്പോൾ അനുസരിക്കാൻ, നാം പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ചോദ്യമാണ് പൊളൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വുഡ് യു മൈൻഡ് ചേർത്താണ് നമ്മളത് ചോദിക്കേണ്ടത്. ഒരു പെർമിഷൻ ചോദിക്കാനും നമുക്ക് വുഡ് യു മൈൻഡ് വെച്ച് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഫോളോയിഡ് ബൈ ദ ING ഫോം ഓഫ് എ വെർബ് ഓർ ഇഫ് വെൻ ആസ്കിങ് ഫോർ പെർമിഷൻ. അപ്പൊ ഇവയ്ക്ക് ശേഷം വുഡ് യു മൈൻഡിന് ശേഷം വരുന്നത് ING ഫോം ഓഫ് ദി വെർബ് എന്നാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ വുഡ് യു മൈൻഡിന് ശേഷം ഒന്നെങ്കിൽ ING ഫോം ഓഫ് ദി വെർബ് വരും, അല്ലെങ്കിൽ ഒരു ഇഫ് കൊണ്ടുള്ള ഒരു ക്ലോസ് വരും. ഇപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ട് ആണ്, അഥവാ ING ഫോം ഓഫ് ദി വെർബ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. മറ്റു പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വുഡ് യു മൈൻഡ് പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയാണ്. വുഡ് യു മൈൻഡിന് ശേഷം വരുന്നത് ജെറണ്ട് ആയിരിക്കും. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദി വെർബ്. ഒരു വെർബിന് ശേഷം ING ഫോം വരുന്നതിനാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ഈ അടുത്ത് നടന്ന CPO പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. കണ്ടില്ലേ, ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലാണ് വരുന്നത്? നമ്മൾ പഠിച്ച ഏകദേശം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് അല്ലേ. സോ 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹി ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. അയാൾ ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് ആണ്. പറയുമ്പോൾ തന്നെ കിട്ടി, അയാൾ ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് ആണെന്ന് കിട്ടി. ഓപ്ഷൻ നോക്കാം, ദ ആൻഡ് എ. അപ്പൊ ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യമാണ്. ഇത് 3ഉം ആർട്ടിക്കിൾ ആണ് അല്ലെ, ആർട്ടിക്കിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എ വരണം, അല്ലെങ്കിൽ ആൻ വരണം. എ അല്ലെങ്കിൽ ആൻ ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവാം. എ വരുന്നത് എവിടെയാ? കോൺസണന്റ് സൗണ്ടിന് മുന്നേ ആണ്. കോൺസണന്റ് സൗണ്ടിന് മുന്നേ ആണ്. ദെൻ ആൻ വരുന്നത് വവൽ സൗണ്ടിന് മുന്നേ ആണ്. ഇതാണ് കറക്റ്റ് റൂള്. ചില ആളുകൾ തെറ്റിദ്ധരിക്കും. ആൻ വരുന്നത് A, E, I, O, U. ഈ ലെറ്റേഴ്സിന് മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കും. ആൻ ആപ്പിൾ എന്ന് പറയുന്നത് പോലെ AEIOU എന്ന അക്ഷരങ്ങൾക്ക് മുന്നേ ആൻ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് തെറ്റാണ്. അക്ഷരങ്ങൾക്ക് മുന്നേ അല്ല, വവൽ സൗണ്ട്സ് ആണ്. AEIOU എന്ന വവൽ സൗണ്ട്സിന് മുന്നിൽ ആൻ ഉപയോഗിക്കും എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യു ആണ് ആദ്യത്തെ ശബ്ദം യു ആണ്. അവിടെ ലെറ്റർ ഇ ആണെങ്കിൽ കൂടിയും അവിടത്തെ ശബ്ദം വരുന്നത് യു ആണ്. അപ്പൊ ആൻ ആണോ കൊടുക്കേണ്ടത്, എ ആണോ കൊടുക്കേണ്ടത്? ഈ പറയപ്പെട്ട AEIOU എന്നതിന്റെ ശബ്ദം അല്ലെങ്കിൽ അവിടെ എ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എ യൂറോപ്യൻ എന്നാണ് വരേണ്ടത്. എ യൂറോപ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ശബ്ദം ശ്രദ്ധിക്കുക. AEIOU എന്ന് പറയുമ്പോൾ ആ ഇ ഐ ദെൻ ഓ ഉ. ഇത്രയും ശബ്ദങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ മാത്രമാണ് ആൻ ചേർക്കേണ്ടത് കേട്ടോ. AEIOU എന്ന് പറയുമ്പോൾ ആ ശബ്ദം, ഈ ശബ്ദം, I, O, U. ഈ ശബ്ദങ്ങളിൽ സ്വരാക്ഷരങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. സ്വരാക്ഷര ശബ്ദങ്ങളിൽ, ഇംഗ്ലീഷിലെ സ്വരാക്ഷര ശബ്ദങ്ങളിൽ തുടങ്ങുന്ന വേർഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? സ്വരാക്ഷര ശബ്ദങ്ങളിൽ ശബ്ദമാണ് നോക്കേണ്ടത്, ലെറ്റേഴ്സ് അല്ല നോക്കേണ്ടത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ.
ടു മീറ്റ് അനു. ഇന്നലെ ഷാരോൺ സ്റ്റേഷനിൽ പോയി. എന്തിന്? അനുവിനെ കാണുന്നതിന് വേണ്ടി. അപ്പൊ യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ തന്നെ ടെൻസിൽ പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഓപ്ഷൻ എയിൽ തന്നെ വെന്റ്, V2 കിടപ്പുണ്ട്. ഒരു സംശയമില്ലാതെ നമുക്ക് അതവിടെ കൊടുക്കാം. യെസ്റ്റർഡേ ഷാരോൺ വെന്റ് ടു ദ സ്റ്റേഷൻ. സ്റ്റേഷനിലേക്ക് പോയി ടു മീറ്റ് അനു. ഇവിടെ ടു എന്ന പ്രിപ്പോസിഷൻ ആയതുകൊണ്ടാണ് V1 കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടുവിന് ശേഷം അധികവും V1 ആണ് യൂസ് ചെയ്യുക. ഇനി അവിടെ മീറ്റ് ആണ് എന്ന് കരുതി ഇവിടെ പ്രസന്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം യെസ്റ്റർഡേ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരിക? V2 ആണ് വരിക. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. അപ്പൊ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു അല്ലേ? ഇനി അടുത്തത് ഇൻ, ആൻഡ്, ആറ്റ്, ഓൺ, ആഫ്റ്റർ അഥവാ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ പ്രിപ്പോസിഷൻ എന്നുള്ള ചോദ്യവും കണ്ടു, അൻറ്റിൽ കൺജക്ഷൻ എന്നുള്ള ചോദ്യവും കണ്ടു. അപ്പൊ പ്രിപ്പോസിഷൻ ആകുമ്പോൾ 2 വാക്കുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്നതാണ് അല്ലെ? അപ്പോൾ മൈ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഈസ് ഓൺ October 28 എന്നാണ് വരേണ്ടത്. ഓൺ ആണ് വരേണ്ടത്. അതിനുള്ള കാരണം നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം. നമ്മളൊരു ഡേറ്റ് പറയുകയാണെങ്കിൽ October 28 എന്ന ഒരു തീയതി പറയുകയാണെങ്കിൽ അവിടെ ഓൺ ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഒരു തീയതി, ഒരു ഡേറ്റ് ആയിട്ട് പറയുമ്പോൾ അവിടെ ഓൺ ആണ് ചേർക്കേണ്ടത്. സോ വെൻ സ്പെസിഫൈയിങ് എ ഡേറ്റ് യൂസ് ഓൺ ഫോർ എ സ്പെസിഫിക് ഡേ ഓർ ഡേറ്റ്. ഒരു നിശ്ചിത ദിവസത്തിനോ ഒരു ഡേറ്റിനോ നമ്മൾ ഓൺ ചേർക്കണം. എന്നാൽ ഇൻ ചേർക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഒരു മാസം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ പറയുന്ന സമയത്ത് അവിടെ ഇൻ ചേർക്കണം. ഇവിടെ കണ്ടില്ലേ, ഓൺ March 17th അവിടെ ഒരു ഡേറ്റ് ആണുള്ളത്. March 17th എന്ന ഡേറ്റ് ആണുള്ളത്. അല്ലെങ്കിൽ സൺഡേ ഒരു മാസം, സൺഡേ മാസം അല്ല, ഒരു ഡേ ആണ് അല്ലെ, ഒരു സ്പെസിഫിക് ഡേ ആണ്, ഒരു സ്പെസിഫിക് ഡേ. അപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേ. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഒരു സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാസം ഉണ്ടാകണം, ഒരു തീയതി ഉണ്ടാകണം, 1-ാം തീയതി 2-ാം തീയതി, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാകണം. അപ്പൊ ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ ചേർക്കും. എന്നാൽ മന്ത് മാത്രമാണെങ്കിൽ ഇന്നാണ് ചേർക്കേണ്ടത്. വർഷം മാത്രമാണെങ്കിൽ ഇന്നാണ് ചേർക്കേണ്ടത്. അപ്പൊ മാസവും ഡേറ്റും കൂടി ഉണ്ടെങ്കിൽ ഓൺ ചേർക്കണം. ഇനി ദിവസം മാത്രമാണ് പറയുന്നതെങ്കിൽ ഓൺ ചേർക്കണം. ഇതല്ലാതെ വന്നാൽ, അഥവാ മാസം മാത്രമായിട്ട് വന്നാൽ ഇന്ന് ചേർക്കണം, വർഷം മാത്രമായിട്ട് വന്നാലും ഇന്ന് ചേർക്കണം. ഇത് മാറിപ്പോകരുത്. ഡേ വന്നാൽ ഓൺ ആണ് ചേർക്കേണ്ടത്. മാസവും വർഷവും, അതും രണ്ടും ഒറ്റയ്ക്ക് വന്നാൽ, മാസവും വർഷവും ഒറ്റയ്ക്ക് വന്നാൽ ഇൻ. ഒരു ഡേ ആണ് വരുന്നതെങ്കിൽ ഓൺ. ഇനി ഒരു ഡേറ്റ് ആയിട്ട്, അഥവാ ഒരു മാസവും ഒരു അക്കവും ഒരു ഡേറ്റുമാണ് വരുന്നെങ്കിൽ ഓൺ. സെറ്റ് അല്ലേ? ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. ദെൻ സിനോണിം എന്ന ഭാഗത്ത് നിന്നുള്ള, വൊക്കാബുലറിയിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. സിനോണിമിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ദ മീനിങ് ഓഫ് ദി വേർഡ് ഗറുലസ്. ഗറുലസ് എന്ന വേർഡിന്റെ മീനിങ്. ഗറുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിനാണ്. ടോക്കറ്റീവ് അല്ലെ, ഒരുപാട് സംസാരിക്കുന്ന ആൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഗറുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ. നമ്മൾ ചാറ്റർ ബോക്സ് എന്ന് പറയാറുണ്ട് അല്ലെ, ചാറ്റർ ബോക്സ്. ഒരുപാട് സംസാരിക്കുന്ന ആളിന് നമ്മൾ ചാറ്റർ ബോക്സ് എന്ന് പറയാറുണ്ട്. സെറ്റ് അല്ലേ? ഗറുലസ്. നോയ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചത്തിൽ പറയുന്ന, അതായത് ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നതിനാണ് നോയ്സി എന്ന് പറയുന്നത്. ഒരുപാട് സംസാരിക്കുന്നതും ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നതും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? ഓക്കെ, ദെൻ അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നെയ്തർ ഓഫ് us ഡാഷ് സ്വീറ്റ്സ്. നമ്മിൽ ഒരാളും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത് കോൺകേർഡ് എന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. കോൺകേർഡ് എന്ന ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെന്റൻസിന്റെ തുടക്കം നെയ്തർ ഓഫ് അല്ലെങ്കിൽ എയ്തർ ഓഫ് ആണെങ്കിൽ അതിന് ശേഷം വരുന്നത് ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും. നെയ്തർ ഓഫിന് ശേഷം വരുന്നത് ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ നെയ്തർ ഓഫ് അല്ലെങ്കിൽ എയ്തർ ഓഫ് എല്ലാവരും തെറ്റിക്കുന്ന സംഗതിയാണ്. അതിനുശേഷം ഒരു പ്ലൂറൽ നൗൺ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആ ഒരു പ്ലൂറൽ നൗണിലേക്ക് നോക്കി ഇവിടെ പ്ലൂറൽ വേർബ് കൊടുക്കരുത്. ഈ നെയ്തർ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ എയ്തർ എന്ന് പറയുന്ന സംഗതി വേർഡ് അതെന്താണ്? സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള വേർബ് കൊടുക്കണം. ലൈക്സ് സിംഗുലർ ആണ്. ലൈക്സ് സിംഗുലർ ആണ്. എസ്സിൽ അവസാനിക്കുന്ന വേർബ് സിംഗുലർ ആണ്. എസ്സിൽ
അവസാനിക്കാത്തത് പ്ലൂറലാണ്. നമ്മൾ നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നൗണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് കൊടുക്കുമ്പോഴാണ് പ്ലൂറൽ ആകുന്നത് അല്ലെ? ബോയ്സ് സിംഗുലർ ആണ്, എസ് ഇല്ലാത്തത് സിംഗുലർ ആണ്. എസ് കൊടുക്കുമ്പോൾ പ്ലൂറൽ ആണ്. എന്നാൽ വേർബിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ലൈക്ക് എന്ന് പറയുമ്പോഴാണ് പ്ലൂറൽ, എസ് കൊടുക്കുമ്പോൾ സിംഗുലർ ആണ്. സെറ്റ് അല്ലേ? സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഞാനത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്തർ റെഫേഴ്സ് ടു എ സിംഗുലർ സബ്ജക്ട്. നെയ്തർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഈവൻ ദോ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ പ്ലൂറൽ പ്രൊനൗൺ. പക്ഷെ നെയ്തറിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രൊനൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. നെയ്തർ ഓഫ് അസ് അല്ലെങ്കിൽ നെയ്തർ ഓഫ് ദം എന്നൊക്കെ ആയിരിക്കും വരിക. പക്ഷെ നെയ്തർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന വേർബ് സിംഗുലർ വേർബ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കോൾഡ് ഈസ് ദ യങ്ങർ വൺ ഓഫ് ഡാഷ്. കോൾഡ് എന്ന് പറയുന്നത് എന്തിന്റെ കുട്ടിക്കാണ് പറയുന്നത്? അല്ല, കോൾട്ട് എന്ന് പറയുന്നത് ഏത് ആനിമലിന്റെ കുട്ടിയാണ് എന്നാണ് ചോദ്യം. യങ് വൺ. അപ്പൊ ഈ യങ്ങർ വണ്ണൊക്കെ പഠിക്കണോ എന്ന് ചില ആളുകൾ അടുത്ത് ചോദിക്കുന്നുണ്ട്. പഠിക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ അടുത്ത് നടന്ന LD പരീക്ഷകളിലും CPO പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലും യങ്ങർ വണ്ണ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. യങ്ങർ വണ്ണും സൗണ്ട്സും ഓരോ മൃഗങ്ങൾ ഉണ്ടാകുന്ന സൗണ്ട്സ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ കോൾട്ട് എന്ന് പറയുന്നത് ഹോഴ്സ്, പ്രത്യേകിച്ച് ആൺകുതിരകൾ അത് കുഞ്ഞായിരിക്കുമ്പോൾ പറയുന്ന പേരാണ് കോൾഡ് കേട്ടോ. ആൺകുതിരകൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ആൺകുട്ടി എന്ന് പറയുന്നത് പോലെ ആൺകുതിരക്കുട്ടി കേട്ടോ. ആൺകുതിരക്കുട്ടിക്കാണ് നമ്മൾ എന്ത് പറയുക? കോൾഡ് എന്ന് പറയുന്നത്. ദെൻ ബാക്കി 3 മൃഗങ്ങളുടെ പേര് കൂടി അവിടെ ഉണ്ട് അല്ലെ? അതുകൂടി നമുക്ക് നോക്കാം. അലിഗേറ്റർ മുതല അല്ലെങ്കിൽ ചീങ്കണ്ടി എന്നൊക്കെ പറയാം. അതിന്റെ കുഞ്ഞിനെ നമ്മൾ പറയുന്നത് ഹാച്ച്ലൈൻസ് എന്നാണ്. ഹാച്ച്ലൈൻസ്. ദെൻ ടൈഗറിന്റെയും ലയണിന്റെയും കുട്ടികളെ നമ്മൾ കപ്പ് എന്നാണ് പറയുക. സെറ്റല്ലേ? അപ്പോൾ യങ് വൺസും പഠിച്ചു വെക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ, ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച പരീക്ഷയിലെ 10 ചോദ്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയാസ് ക്ലാസ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഉറപ്പായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.